കണ്ണൂർ പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ഫയർഫോഴ്സും അടങ്ങിയ സംഘമാണ് രാവിലെ മുതൽ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ അദ്ദേഹം ഒഴുകിപ്പോകുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്, ഒഴുകി വരുന്ന തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോയത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, എങ്ങനെയാണ് ഇപ്പോൾ ഹനീഫയ്ക്കായുള്ള തെരച്ചിൽ നടക്കുന്നത്? ഇന്നലെ നമുക്കുണ്ടായ കനത്ത മഴയിൽ രണ്ട് പേരെയാണ് രണ്ട് പുഴകളിലായി കാണാതായത്. അതിലൊന്നാണ് ഈ പേരാവൂരിൽ കാണാതായ ഹനീഫ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന തേങ്ങ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ ഒഴുക്കിൽപ്പെടുകയും കാണാതാവുകയും ചെയ്ത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം, ആ മരക്കമ്പ് പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് വരെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ആ ഒഴുക്കിൽ എങ്ങോട്ടോ കാണാതായി. ഇന്നലെ വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തി, പകൽ വെളിച്ചം ഉള്ള സമയത്തോളം തെരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും NDRFിൻ്റെ സംഘം ഉൾപ്പെടെയാണ് തെരച്ചിൽ നടത്തുന്നത്. അതിശക്തമായ കുത്തൊഴുക്കുള്ള ഒരു പുഴയായിരുന്നു ഈ കാഞ്ഞിരപ്പുഴ. അതിനകത്താണ് ഹനീഫ പെട്ടുപോയത്. അതുകൊണ്ട് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് നീന്തൽ പരിശീലകനും തിരുവനന്തപുരം സ്വദേശിയായ രാജേഷ് ആയിരുന്നു. രാജേഷ് ഈ പയ്യന്നൂരിലുള്ള മീന്തുള്ളി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. രാജേഷിന് വേണ്ടിയുള്ള തെരച്ചിലും ഇതേ സമയം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മീന്തുള്ളി പുഴയിലുള്ള അവിടെയും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും സംബന്ധിച്ച ഇപ്പോഴും ഈ തെരച്ചിലിനൊരു ഫലമൊന്നും ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇല്ല. ചെറുപുഴയിൽ ഒരു വീട് തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് അവിടെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ഉൾപ്പെടെ സമീപപ്രദേശത്തായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ്. എന്താണ് സാഹചര്യം? അവിടെ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴും അവിടെ ഈ വീട് തകർന്നത് കുറേ കൂടി ഗൗരവമുള്ളൊരു വിഷയമാണ്. വലിയ വീടിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം തകരുകയും വീടിനകത്തുണ്ടായ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പോൾ മറ്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. വീടിൻ്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയാണ് ഉണ്ടായത്. തകർന്ന വീടാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഒരു പകുതി ഭാഗം പൂർണ്ണമായും ഒരു വീടിൻ്റെത് തകർന്നു വീണിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി വീടുകളാണ് ഇതിനകം തന്നെ പൂർണ്ണമായോ ഭാഗികമായോ സംസ്ഥാനത്ത് തകർന്നു വീണിരിക്കുന്നത്. അത്രമാത്രം മഴ പെയ്തിറങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ചെറിയ മണിക്കൂറിനുള്ളിൽ തന്നെ പെയ്ത മഴയെ താങ്ങാനാകാത്ത വിധം വെള്ളക്കെട്ട് പലയിടങ്ങളിലായി രൂപപ്പെടുന്നു. നഷ്ടപരിഹാരം ഉൾപ്പെടെ എല്ലാവർക്കും ഉറപ്പാക്കുമെന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെയും ഇനി പൂർവ്വസ്ഥിതിയിലാക്കിയെടുക്കുക, നഷ്ടപരിഹാരം എത്ര രൂപ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പ്രായോഗികമായിട്ടുള്ള അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എന്തായാലും വലിയ കെടുതി തന്നെ, വലിയ ദുരന്തം തന്നെയാണ് സംസ്ഥാനത്ത് ഒരു കുറച്ചു മണിക്കൂറുകളായി പെയ്ത മഴയിൽ ഉണ്ടായിരിക്കുന്നത്.